അതെ സാറേ. സോന പറയ്. സാറല്ലേ കഴിഞ്ഞ ദിവസം ഹോട്ടൽ മാനേജ്മെന്റിന്റെ വീഡിയോ ചെയ്തത്? അതെ. സാർ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താണ്? ഈ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞാല് പാചകം മാത്രമാണ് ആൾക്കാർ പറയുന്നത്. സാറിന് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് സർ? ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ പാചകം മാത്രമാണ് ജോലി എന്നുള്ളത് ഒരു ചെറിയ ശതമാനം ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ്. ഇത് പാചകമാണെങ്കിൽ പോലും കുക്കിംഗ് അഥവാ ഷെഫ് എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ ഒരു ഇന്റർനാഷണൽ ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഷെഫ് എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ അത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഡെസിഗ്നേഷൻ ആണ്. ഓക്കെ, അതുപോലും തീരെ ചെറുതല്ല. ഇനി ഇൻ കേസ് നമ്മുടെ കുട്ടികൾക്ക് ഇനി കുക്കിങ്ങിൽ അല്ല സ്കില്ലെന്നുണ്ടെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഉദാഹരണം ഷെഫ് ഉണ്ട്, സ്റ്റിവാർഡിംഗ് ഉണ്ട്, F&B ഉണ്ട്, HR ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, ഫ്രണ്ട് ഓഫീസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ട്. ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ഹോട്ടലിൽ വിവിധ തരം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഈ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ കുക്കിങ്ങിൽ അല്ല സ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കില്ലിനും നമ്മുടെ കഴിവിനും താല്പര്യത്തിനും അനുസരിച്ച് നമുക്ക് ക്രോസ് ട്രെയിനിങ് ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ സർ. സോ ഇത്രയും അധികം ഡിപ്പാർട്ട്മെന്റ്സും ജോലി സാധ്യത ഉണ്ടായിട്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി നല്ല ധാരണ ഇല്ലാഞ്ഞിട്ടാണ്. ഹോട്ടൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.